നമസ്കാരം. വേൾഡ് ബിയോണ്ട് സ്റ്റോറി ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മിസ്റ്റർ ജയ്ഹോൺ, ലോകം ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് നബിദിനത്തോടനുബന്ധിച്ച് നടക്കുന്നത്. UAE ഏതൊക്കെ രീതിയിലാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്? അതായത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ലോകം എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സമൂഹങ്ങളും അതിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ എന്ന് പറയുന്നത് അവരുടെ അവിഭാജ്യ ഘടകമാണ് ജീവിതത്തിൽ. ചിലപ്പോൾ അള്ളാഹുവിനെ പോലും നിരീശ്വരവാദികൾ ചിലപ്പോൾ അവരുടെ യുക്തി കൊണ്ട് തള്ളി പറയുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഒരു മുസ്ലിമിന് വേദന ഉണ്ടാവുക തന്റെ പ്രവാചകനെ കുറിച്ച് വളരെ ഏതിൽ ചെറിയ മോശമായ ഒരു കാര്യം പോലും പറഞ്ഞാൽ പോലും ഒരു മുസ്ലിം ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല. കാരണം അത്രയും ഇമോഷണലിയും സ്പിരിച്വലിയും ഒരു വിശ്വാസി പ്രവാചക ചര്യമായിട്ടും പ്രവാചക ജീവിതവുമായിട്ടും വളരെ അധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആദ്യമായിട്ട് ഈ മൗലീദ് അല്ലെങ്കിൽ ഈ നബിദിന പരിപാടികളിൽ ഒരു പൊതു രൂപം വരുന്നത് ചരിത്രത്തിൽ 1588 ഓട്ടോമൻ ഭരണകാലത്താണ് ഈ പ്രവാചക ജന്മദിനത്തിന്റെ ആഘോഷങ്ങൾ ലോകത്ത് പബ്ലിക്കായി കൊണ്ടാടിക്കുന്നത്. UAE വരികയാണെങ്കിൽ പല രീതിയിലാണ് ഇവിടെ നമ്മുടെ നബിദിന പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളവും UAE കൂടി താരതമ്യം ചെയ്യപ്പെടുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ UAE ഉള്ളത്. അതായത് നാട്ടില് നമ്മുടെ തെരുവുകളിലും മറ്റ് പൊതുപരിപാടികളുമായിട്ടാണ് നബിദിന പരിപാടി കൂടുതൽ കൊണ്ടാടുന്നത്. എന്നാൽ UAE സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേയും കൂടി ഒരു പേഴ്സണൽ പ്രൈവറ്റ് ലെവലിലേക്കാണ് മൗലീദ് പോലത്തെ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ചില പ്രൈവറ്റ് കമ്പനികൾ അവരുടെ ക്യാമ്പസിനകത്ത് മിഠായികൾ വിതരണം ചെയ്യുകയും ഇവിടുത്തെ പള്ളികളിൽ അനുബന്ധമായിട്ടുള്ള വെള്ളിയാഴ്ച ഖുത്ബയുടെ പ്രധാന വിഷയം എല്ലാ പള്ളികളിലും UAE ഉടനീളം എല്ലാ എമിറേറ്റ്സുകളിലുള്ള എല്ലാ പള്ളികളിലും ഒരേ വിഷയമായിരിക്കും ഇവിടെ പ്രതിപാദിക്കുന്നത്. മാത്രമല്ല സെമിനാറുകളും മറ്റു ഡിസ്കഷനുകളും എല്ലാം അക്കാഡമിക് ലെവലിൽ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. റേഡിയോ സ്റ്റേഷനുകൾ, TV സ്റ്റേഷനുകൾ, ഇവിടെ എല്ലാം പ്രത്യേക പരിപാടികൾ ഈ വിഷയമായിട്ട് സംഘടിപ്പിക്കപ്പെടാറുണ്ട്. മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായുള്ളത് ഇവിടുത്തെ UAE മറ്റു രാഷ്ട്രങ്ങളിലെ പോലെ തന്നെ ഒരു പെയ്ഡ് ഹോളിഡേ ആയിട്ട് പ്രൈവറ്റ് പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ടും ഇവിടെ ഒരു ലീവ് ഡിക്ലെയർ ചെയ്യപ്പെടാറുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഭരണാധികൾ പരസ്പരം ഈ ദിനത്തിന്റെ സന്തോഷത്തിൽ ഗ്രീറ്റിംഗ്സ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടാറുണ്ട്. ഈ നബിദിന പരിപാടികളിലെ പ്രധാന വിഷയം എന്ന് വെച്ചാൽ മനുഷ്യൻ അവന്റെ
ഇഷ്ടപ്പെട്ട ഇഷ്ടഭാചനത്തിന്റെ പേരിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അപ്പോ മനുഷ്യന് അവന്റെ സന്തോഷം പ്രകടിപ്പിക്കുവാൻ ആയിരത്തിലേറെ വഴികളുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളിലും പല രീതികളിലാണ് നബിദിന പരിപാടികൾ സംഘടിപ്പിക്കപ്പെടാറ്. ഉദാഹരണത്തിന് ഇന്തോനേഷ്യയിലാണെങ്കിൽ അവിടെ സിംതു ദുറാർ എന്ന ഒരു കാവ്യ സമാഹാരം അവര് ചൊല്ലാറുണ്ട്. പാകിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള മാർച്ചുകളെല്ലാം സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ വെടിവെക്കൽ പോലും ഗൺഷോട്ട്സ് പോലും അവര് അങ്ങനെയാണ് ആ സമൂഹത്തിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കുക. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് നാത്ത് പാരായണം, നമ്മളെ കേരളത്തിൽ അന്യമായ ഒരു പ്രത്യേക ഒരു കലാരൂപമാണ് നാത്ത് പാരായണം, അത് സംഘടിപ്പിക്കപ്പെടാറുണ്ട്. തുനീഷ്യയിലാണെങ്കിൽ അസീദത്തു ദക്കുക്കു എന്ന ഒരു പ്രത്യേക ഒരു മധുര പലഹാരം അവരുണ്ടാക്കി നബിദിനം കൊണ്ടാടും. അപ്പോൾ മനുഷ്യ സന്തോഷം, മനുഷ്യന്റെ മനസ്സിലുള്ള സ്നേഹം, സന്തോഷം പ്രകടിപ്പിക്കാൻ ഒരുപാട് വഴികളുണ്ട്. നബിദിനവും മനുഷ്യന് തീർച്ചയായിട്ടും ഒരു വളരെ സന്തോഷമുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിനെ പ്രകടിപ്പിക്കുവാൻ മനുഷ്യൻ പല രീതികളും ഉപയോഗിക്കാറുണ്ട്. बीबी आमना के फूल अल्लाह ही अल्लाह, बीबी आमना के फूल अल्लाह ही अल्लाह, ला इलाहा इल्लल्लाह, ला इलाहा इल्लल्लाह, ला इलाहा इल्लल्लाह, ला इलाहा इल्लल्लाह। जबकि सरकार तशरीफ लाने लगे, हूरो गिल्मा भी खुशियाँ मनाने लगे। जबकि सरकार तशरीफ लाने लगे, हूरो गिल्मा भी खुशियाँ मनाने लगे। हर तरफ नूर की रोशनी छा गई, मुस्तफ़ा क्या मिले जिंदगी मिल गई। ए हलीमा तेरी गोद में आ गए, हलीमा तेरी गोद में आ गए। दोनों आलम के रसूल अल्लाह ही अल्लाह, दोनों आलम के रसूल अल्लाह ही अल्लाह। जश्न आमद रसूल अल्लाह ही अल्लाह, बीबी आमना के फूल अल्लाह ही अल्लाह। From my troubles and worries, as I entered your mosque so gently, and as I finally stood there before you, I couldn't stop my tears from falling in your presence, oh Muhammad. Assalamu alayka ya Rasul Allah, assalamu alayka ya habibi ya Nabi Allah, assalamu alayka ya Rasul Allah, assalamu alayka ya habibi ya Nabi Allah, ya Rasul Allah. മിസ്റ്റർ ജയ്ഹോൺ, പല രാജ്യക്കാരും അധിവസിക്കുന്ന ഒരു രാജ്യമാണ് UAE. പ്രത്യേകിച്ച് മുസ്ലിം ലോകത്തുള്ള പല രാജ്യങ്ങളും, പാകിസ്ഥാൻ അടക്കമുള്ള പല രാജ്യക്കാരും അവിടെയുണ്ട്. ഇത്തരം ആളുകൾ എങ്ങനെയാണ്
ഈ നബിദിന പരിപാടി ആഘോഷിക്കുന്നത്? തീർച്ചയായിട്ടും ഈ വിഷയം പറയുമ്പോൾ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നത് നമ്മളെ കേരളീയ സമൂഹം തന്നെയാണ്. ഇവിടുത്തെ മലയാളി സംഘടനകൾ നബിദിന പരിപാടികൾ മദ്രസകളിലും മറ്റ് സാംസ്കാരികമായുള്ള പരിപാടിയെല്ലാം സംഘടിപ്പിക്കാറുണ്ട്. റസൂലിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ, റസൂലിനെ കുറിച്ചുള്ള കവിതകൾ, ചെറിയ കുട്ടികൾക്കുള്ള പരിപാടികൾ എല്ലാം സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ കാണേണ്ടത് ഒരു മതപരമായ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൾച്ചറൽ ആയിട്ടുള്ള വിഷയം ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കേരളത്തിൽ നബിദിന ആചാരങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരു പബ്ലിക് ലെവലിലാണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. പക്ഷെ UAE അറബ് സമൂഹത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ നബി ചര്യയെ കുറേയും കൂടി അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് സാംസ്കാരികമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് നബി ചര്യ എന്ന് പറയുന്നത്. സുന്നത്ത് എന്ന് പറയുന്ന നബി ചര്യ ഇവിടുത്തെ അറബ് സമൂഹത്തിന്റെ ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഉദാഹരണത്തിന് അറബികളുമായിട്ട് വളരെ അടുത്ത് ഇടപെടാൻ സാധിക്കുന്ന ഒരു ജോലി സാഹചര്യമാണ് എനിക്കുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ചെറിയ ഒരു ആർഗ്യുമെന്റ് പോലും രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു വാർത്തയോ നടക്കുമ്പോൾ മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് സല്ലു അലൻ നബി റസൂലിനെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൂ, ആ വിഷയം ടു കൂൾ ദ സിറ്റുവേഷൻ അവർ ഉപയോഗിക്കാറ് സലാത്താണ്. അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം പറയാൻ പോകുമ്പോൾ നമ്മൾ പറയുന്നത് സ്ലിപ്പ് കിട്ടാണ്ട് അങ്ങനെ ഒരു കാര്യം ഓർമ്മ വരാതിരിക്കുമ്പോൾ അറബികൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കൾച്ചറലി അവർ പറയുന്നതാണ് സല്ലു അലൻ നബി റസൂലിനെ സ്വലാത്ത് ചൊല്ലുക. മാത്രമല്ല ഇവിടുത്തെ UAE ഫോക്ക് പാട്ടുകളിൽ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ നാഷണൽ ഡേ സെലിബ്രേഷൻസിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പാട്ടുപാടിയ ആള് പാട്ടിൽ പാടുന്നത് സല്ലു അലൻ നബി എന്നുള്ള ആ വാക്കാണ്. അപ്പൊ അത്രയും അധികം നബി ചര്യയും നബി സ്മരണയും അറബ് സമൂഹത്തിൽ അലിഞ്ചേർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അവർ ഇവിടുത്തെ അറബ് സമൂഹത്തിൽ നബിദിനമായിട്ടുള്ള ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് എടുക്കാതെ പൊതുവെ അവർ ജീവിതത്തിൽ റസൂലിന്റെ സ്മരണയും റസൂലിന്റെ അവിടുള്ള സ്നേഹവും പല രീതിയിലാണ് അത് പ്രകടിപ്പിക്കാറ്. ഉദാഹരണത്തിന് മറ്റൊരു നോക്കുകയാണെങ്കിൽ ഇവിടെ റസൂലിന്റെ ചര്യപ്പെട്ടതാണ് നമ്മളെ വലം ഭാഗത്ത് വരുന്ന ആൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കും, പ്രയോറിറ്റി ഫോർ ദ റൈറ്റ്. അപ്പോൾ എനിക്കൊരു അനുഭവം ഉള്ളതാണ്. ഒരു പള്ളിയിൽ വളരെ പ്രായം ചെന്ന ഒരാള്, അത് വലിയൊരു VIP ഒരു ഫാമിലിപ്പെട്ട ആളാണ്. ഞാൻ അതിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ അവിടെ നിന്നുകൊണ്ട് എന്റെ വലതു ഭാഗത്ത് ഞാനുള്ള എന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. അപ്പൊ അതൊക്കെ നമ്മളെ കേരള സമൂഹത്തിൽ വളരെ അപൂർവമായിട്ട് കാണാൻ സാധിക്കുന്ന സംഗതിയാണ്. പക്ഷെ ഇവിടെ വളരെ കൾച്ചറലായിട്ട് സുന്നത്തിനെ അറബ് സമൂഹത്തിലെ ആ സമൂഹം അത് കൊണ്ടാടുകയാണ്. से हुक्म सहर है बारिशे नज्मो कमर है, आज से हुक्म सहर है। रात को रात ना कहना, तलाल बदरु अलैना, तलाल बदरु अलैना, तलाल बदरु अलैना, तलाल बदरु अलैना। തുർക്കിയിലെ അവരുടെ വളരെ ഒരു വലിയ സാംസ്കാരികമായുള്ള ഒരു സംഭവമാണ് ഹിലിയ എന്ന സംഭവം. അതായത് റസൂലിന്റെ പേരും റസൂലിന്റെ മതവും ഒരു ശീലയിൽ എഴുതി, ഒരു ക്ലോത്തിൽ എഴുതിയിട്ട് അത് അവരുടെ ചുമരുമേൽ തൂക്കിയിട്ടിട്ട് റസൂലിനോടുള്ള സ്നേഹം. നമുക്ക് ഇസ്ലാമില് മറ്റ് പോർട്രേറ്റ് വരയ്ക്കുന്നത് അനുവദനീയമല്ല. അപ്പോൾ റസൂലിന്റെ പേരും റസൂലിന്റെ സ്തുതിയും ഒരു ശീലയിൽ എഴുതിയിട്ട് അത് വളരെ നന്നായി ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിട്ട് അതിനെ ഹിലിയ എന്ന് പറയാം. അപ്പൊ അത് തുർക്കിയിലെ മുസ്ലിം സമൂഹം വളരെ ഗംഭീരത്തോടെ കൊണ്ടാടുന്ന സംഭവമാണ്. മാത്രമല്ല ഇപ്പൊ പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞു, ഇന്തോനേഷ്യയിലും വളരെ സജീവമാണ്. ലോകത്തുള്ള മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ അത് നബിദിനത്തെ വളരെ സന്തോഷത്തോടെയാണ് അത് കൊണ്ടാടുന്നത്, സംസ്കാരികമായ വിഷയം എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ചില വ്യക്തികൾക്ക് ചില കാഴ്ചപ്പാടുണ്ട്, അത് ഇന്നോവേഷൻ ആണ്, അതായത് പുതിയത്താണെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ പറയുന്ന വിഷയം അതല്ല. പക്ഷെ അത് നബിദിനം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന് തന്റെ പ്രവാചകനെ കൊണ്ടാടാനുള്ള ഏറ്റവും വലിയ സുവർണ അവസരമാണ്. അപ്പൊ എന്തുകൊണ്ടും മുസ്ലിങ്ങൾ അത് പിന്തുടരേണ്ടതാണ്. അതിന് ഏറ്റവും ഗൗരവത്തിൽ നമ്മളെ എല്ലാം തലമുറയ്ക്ക്, കാരണം ഇപ്പൊ ഇവിടെ നമ്മളെ പുതിയ ജനറേഷന് ഒരുപാട് ഡേ ഉണ്ട്, മദേഴ്സ് ഡേ ഉണ്ട്, ചിൽഡ്രൻസ് ഡേ ഉണ്ട്, ഫാദേഴ്സ് ഡേ എല്ലാം ഉണ്ട്.
പക്ഷെ നമ്മുടെ ഇസ്ലാമിലെ ഏറ്റവും കേന്ദ്ര കഥാപാത്രമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ ജീവിതത്തിൽ നിലനിർത്തുവാൻ നബിദിനം തന്നെയാണ് ഏറ്റവും നല്ല അവസരം. البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله دا طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله دا. Oh, the white moon rose over us from the valley of Wada, and we owe it to show thankfulness where the call is to Allah. طلع البدر علينا من ثنيات الوداع. താങ്കൾ പറഞ്ഞത് പ്രകാരം ഇപ്പോൾ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾക്കിടയിൽ ഇത്തരം പ്രവാചക സ്നേഹത്തിന്റെ കാര്യങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. തീർച്ചയായിട്ടും. മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ ഈ കടന്നു വരുകൊണ്ട് ഇതുപോലത്തെ വിഷയങ്ങൾ എന്ന് വളരെ ശക്തമായിട്ട് തന്നെ പൊതു സമൂഹത്തിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന്റെ മുൻപത്തെ ഒരു വർഷം ഉണ്ടായിരുന്നു ഒരു റോസ് ഡേ കൊണ്ടാടിയത്. സാധാരണ റോസ് ഡേ എന്ന് പറയുന്നത് നമ്മള് മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. പക്ഷേ ന്യൂയോർക്കിലും ലണ്ടനിലും ഈവൻ കോഴിക്കോട് അങ്ങാടിയിൽ പോലും ഈ റോസ് ഡേ കൊണ്ടാടി. എന്ന് വെച്ചാൽ ഒരു പൂവ് ഷോപ്പിംഗ് മാളിലും പാർക്കിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന പൊതുസമൂഹത്തിന് ഒരു റോസും അതിന്റെ കൂടെ റസൂലുമായി ബന്ധപ്പെട്ടുള്ള ഒരു സന്ദേശം അത് കൊടുക്കുമ്പോൾ വളരെ നല്ല ഒരു അനുഭൂതിയാണ് ആൾക്കാർക്ക് ഉണ്ടായത്. അത് വലിയൊരു സംഭവമായിരുന്നു. റോസ് എന്നത് പുതിയ തലമുറ പുതിയ രീതിയിലാണ് നബി സ്മരണ അല്ലെങ്കിൽ നബി ചര്യയെ ലോകത്തേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്.